ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഴമുണ്ട്, നല്ല പഴുത്ത പഴമാണ്. ഇത് നമ്മളെ വീട്ടിലൊക്കെ എന്തായാലും കുറേ ബാക്കി വരില്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പഴം വരട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും കുറേ പഴമൊക്കെ ബാക്കി വരില്ല. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, പശു നെയ്യുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് മതി. പഴം തോടുന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ജാസ്തി പഴമുണ്ട്. എല്ലാ പഴവും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പഴവും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതിൽ കിടന്ന് വേഗം ഇതിലൊക്കെ നന്നായി വെന്ത് നല്ല ഇതായിട്ട് വരണം, ഉടഞ്ഞ് വരണം, വെന്തിട്ട് നോക്കാം. ഇപ്പോൾ ഉണ്ടോ, ഈ പഴമൊക്കെ വെന്ത് നന്നായി എല്ലാം വെന്ത് വന്നുണ്ടോ. അതിനിതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാൻ ശർക്കര പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ അരിപ്പൊടി കലക്കി വെച്ചതാണ്. ഇതൊരു കപ്പ് അരിപ്പൊടി ഉണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായി ചേർന്നെല്ലാം വരും. ഉണ്ടോ, ഇതെല്ലാം ചേർന്ന് നന്നായി വരണ്ട് വരും. അപ്പോൾ നമുക്ക് അരക്കാം. ഇപ്പോൾ ഉണ്ടോ, ഇത് നന്നായി എല്ലാം വിട്ട് വന്നു ഈ പാത്രത്തിൽ നിന്ന്. കണ്ടോ, ഉണ്ടോ, ഇതുപോലെ വന്നാൽ തീ ഓഫാക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പഴം തന്നെ കുറച്ച് മധുരമുള്ള പഴമാണ്. അപ്പോൾ ഞാൻ 2 കഷ്ണം ശർക്കര, 1 കപ്പ് തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാൽ തന്നെയാണ്, പിന്നെ 1 കപ്പ് അരിപ്പൊടി. ഉണ്ടോ, പഴം 2 കിലോയിലും കുറച്ച് കൂടുതലുണ്ട്. ഇത് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ പഴം കണ്ടോ, ഇത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടയിപ്പ്, പശു നെയ്യ് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ, ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നമ്മളെ വീട്ടിലൊക്കെ പഴം ഉണ്ടാവില്ലേ, ഇങ്ങനെ കിട്ടണം, ഈ രൂപത്തിൽ കിട്ടണം. നമുക്ക് എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായി സെറ്റാക്കി എടുത്താൽ ഉണ്ടോ, നല്ല സെറ്റാക്കണം. അപ്പോൾ നമുക്കിതിങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴിക്കാം. ഒന്ന് തണുത്താൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു മധുരം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് എള്ളുണ്ട്, വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ.
വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. വെള്ളാണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നാൽ ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒന്ന് സെറ്റായാൽ ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാനും പറ്റും കേട്ടോ.